രാമേശ്വരം കുറേ നാളായി വിചാരിച്ചിട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പെട്ടെന്നൊരു പ്ലാനിട്ട് അങ്ങനെ ഞങ്ങൾ എൻ്റെ നാട്ടിൽ നിന്ന്, അതായത് പാലക്കാട്, അവിടെ നിന്ന് അങ്ങനെ നമുക്കൊരു 400 ചില്ലറ കിലോമീറ്റർ ഉണ്ട്, 420 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ധനുഷ്കോടിയും കൂടെ പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങളങ്ങനെ കാലത്ത് വെളുപ്പിന് നമ്മളങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് മധുരയിലേക്ക് പോകുന്നതാണ്. പൊള്ളാച്ചി മധുരൈ റൂട്ടാണ്. അത്യാവശ്യം നല്ല റോഡാണ്. നല്ല ടാറിങ്ങൊക്കെ ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. കാലത്ത് നേരത്തെ ആയതുകൊണ്ട് സൂര്യനെ കുതിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മളങ്ങനെ പഴനി ദിണ്ടിഗൽ കഴിഞ്ഞ് ഒട്ടം ചിത്രം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആണ് നമുക്കൊരു ഹോട്ടൽ കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഹോട്ടലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു. ഹെവി ഫുഡിന് കഴിച്ചു. നമ്മളങ്ങനെ ദോശയും മറ്റേ വടയൊക്കെ അവിടെ നിന്ന് കഴിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒട്ടം ചിത്രം എത്തി ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഏകദേശം വീണ്ടും അത്യാവശ്യം നല്ല ദൂരമുണ്ട്, 2.5 മണിക്കൂർ മേലെ ഉണ്ട് നമ്മുടെ മധുരയിലേക്ക്. അപ്പോൾ മധുരയിൽ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ മധുര അമ്പലത്തിൽ ബേസ്മെൻറ്റിൽ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് പാർക്ക് ചെയ്ത് അമ്പലത്തിൽ വീഡിയോ എടുക്കാൻ പറ്റാതെ അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് നേരം എടുത്ത് അവിടെ നിന്ന് ദർശനമൊക്കെ കിട്ടി പുറത്തിറങ്ങാൻ. അങ്ങനെ മധുരയിൽ നിന്ന് ഇച്ചിരി ചെറിയ റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് ഔട്ടർ റിംഗ് റോഡിൽ, അതായത് വലിയ NH കയറിയിട്ട് നമ്മളവിടെ നിന്ന് അധികം ഹോട്ടൽസ് ഒന്നുമില്ല. അവിടെ നിന്ന് മധുരയിൽ നിന്ന് വീണ്ടും ഒരു 3 മണിക്കൂർ മേലെ ഉണ്ട്. അപ്പോൾ മധുര ജസ്റ്റ് കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 3 മണിക്കൂർ പിന്നിട്ട് ഞങ്ങളങ്ങനെ രാമേശ്വരം പാമ്പം പാലത്ത് എത്തിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം കുറേ കാലമായി പാമ്പം ബ്രിഡ്ജൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചു. രാമേശ്വരം പാമ്പം ബ്രിഡ്ജ് നമ്മുടെ ധനുഷ്കോടിയൊക്കെ കാണണമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഇപ്പോഴാണ് ടൈം വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചു. ഇതേയിട്ട് കാരണം പാമ്പം ബ്രിഡ്ജ്, പുതിയ റെയിൽവേ ബ്രിഡ്ജ് ഇപ്പോൾ ഈ കൊല്ലമാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. പഴയതും പുതിയതും ആയിട്ടുള്ള റെയിൽവേ ബ്രിഡ്ജ് നമുക്കവിടെ കാണാം. ഇത് ഞങ്ങൾ രാമേശ്വരം എത്തി. അതിനുശേഷം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് നേരെ ധനുഷ്കോടി പോയി. ധനുഷ്കോടി പോകുന്ന വഴിക്ക് കണ്ടതാണ് ആ ഒരു ബോട്ടും. അത് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ബോട്ടാണ്. പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ ധനുഷ്കോടിയിൽ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ കുറച്ച് നേരം നിന്ന് തിരിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക്, രാമേശ്വരം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഹോട്ടലെടുത്ത്. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ധനുഷ്കോടിയിൽ ഞങ്ങൾ നേരെ തിരിച്ച് ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ നിന്ന് വീണ്ടും നേരെ അമ്പലത്തിലോട്ട് കാണാൻ പോയി ദർശനത്തിലേക്ക്. അപ്പോൾ ദർശനം വൈകിട്ടായതുകൊണ്ട് അത്യാവശ്യം അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ വലിയ തിരക്കും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അമ്പലത്തിൻ്റെ ദർശന സമയം എന്ന് പറയുന്നത് 8-8:30 അടയ്ക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കറക്റ്റ് ടൈമായിരുന്നു എത്തി. ദർശനമൊക്കെ കണ്ടു, അത്യാവശ്യം പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ ഇപ്പോൾ പോണതിന് മുമ്പ് അറിഞ്ഞു അവിടെ ഒരു സ്നാനം ചെയ്യുന്നൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പോൾ ഇതൊരു ഷോർട്ട് ട്രിപ്പാണ്, എന്ന് വെച്ചാൽ 1 ഡേ സ്റ്റേയിൽ പോയിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ അധികം അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഞങ്ങളങ്ങനെ അമ്പലത്തിൽ തൊഴുതു. പിറ്റേ ദിവസം സ്നാനം ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ അമ്പലത്ത് വൈകുന്നേരം തൊഴുതി കുറച്ച് നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ച് ഹോട്ടലിലെത്തി. പിറ്റേ ദിവസം ഇതേപോലെ വെളുപ്പിന് ഞങ്ങൾ നേരത്തെ എണീറ്റു. ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് സ്നാനത്തിൻ്റെ, അതായത് അഗ്നിതീർത്ഥം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ഫസ്റ്റ് വന്ന് കടലിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കടലിൽ വന്ന് മുങ്ങി കുളിച്ച് ശേഷം നമ്മുടെ അമ്പലത്തിനുള്ളിൽ ഒരു 22 കിണറുണ്ട്, അവിടെ നിന്ന് പോയി കുളിക്കണം. അപ്പോൾ അതാണിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളത് ഇവിടെ വന്നു. എല്ലാവരും കുളിച്ചില്ല, കുറച്ച് പേര് കുളിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അന്ന് ആ ദിവസങ്ങളിലൊക്കെ നോർത്തിൽ നിന്ന് വന്ന ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെയാണ് കടൽ. ഇവിടെ നിന്നാണ് ഫസ്റ്റ് കുളിച്ചിട്ട് വേണം. പിന്നെ അമ്പലത്തിൻ്റെ അകത്തുള്ള 22 കിണറുണ്ട്, തീർത്ഥക്കിണർ, അതിൽ നിന്ന് വേണം കുളിക്കാൻ. അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഈ കടലുള്ളത്. അവിടെയാണ് അഗ്നിതീർത്ഥം എന്ന് പറഞ്ഞ് നമ്മൾ സ്നാനം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അകത്ത് 22 കിണറിലെ സ്നാനം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ പുണ്യം ആണെന്നാണ് കരുതുന്നത് വിശ്വാസികളൊക്കെ. അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല. ഇപ്പോൾ കുളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ സ്പെഷ്യലൈസ്ഡ് നമുക്കൊരു 1000 രൂപ കൊടുത്താൽ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ വരും. നമ്മളെ ഈ പറഞ്ഞ പോലെ സ്നാനം ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യും. ഓരോ കിണറിൻ്റെ അടുത്ത് പോയിട്ട് അവർ ബക്കറ്റിൽ കോരിയിട്ട് നമ്മുടെ തലയിൽ കൂടെ ഒഴിക്കും. അങ്ങനെ സ്നാനമെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ റൂമെത്തി ഒന്ന് ഫ്രഷായി തിരിച്ച് അപ്പോൾ തന്നെ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ഇറങ്ങി. ഇതാണ് കലാം ഹൗസ്. ഭാഗത്തൊന്നും എവിടെയും വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മളിവിടെ അധികം വീഡിയോസൊന്നും എടുത്തില്ല. ഇത് അമ്പലത്തിൻ്റെ പൂജ ടൈമിങ്സൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാടിലേക്ക് ലക്ഷ്യമാക്കി തിരിച്ചു. പാമ്പം പാലത്തിൻ്റെ അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ് ഇതൊക്കെ ഇട്ടത്.
കാര്യങ്ങളൊക്കെ രാമേശ്വരം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരെല്ലാവർക്കും നമസ്കാരമുണ്ട്. ബൈ ബൈ.